നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ സമഗ്രമായ ട്രോമ കെയർ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. ദേശീയപാതയോട് ചേർന്നുള്ള 30 ആശുപത്രികളിൽ പദ്ധതി നിലവിൽ വരും. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം നടന്നു. ഒക്ടോബർ 2 ദേശീയ പണിമുടക്കിൽ അണിചേരാൻ തീരുമാനം. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. സമാധാനത്തിന്റെ സന്ദേശവുമായി അരയി ഗവൺമെന്റ് UP സ്കൂളിൽ പാവനാടകം. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവർക്ക് സഹായം ലഭ്യമാക്കാൻ കടാശ്വാസ കമ്മീഷൻ തീരുമാനം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ സമഗ്രമായ ട്രോമ കെയർ പ്രോജക്ട് നടപ്പിലാക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ലെവൽ 3 ട്രോമ കെയർ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ദേശീയപാതയുമായി ചേർന്ന് നിൽക്കുന്ന 30 ആശുപത്രികളിൽ ട്രോമ കെയർ സെന്റർ സ്ഥാപിക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ട്രോമ കെയർ യൂണിറ്റിന്റെ സേവനം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ സമഗ്രമായ ട്രോമ കെയർ പ്രോജക്റ്റ് കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ നാഷണൽ ഹൈവേയുമായി ചേർന്നിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം ട്രോമ കെയർ സെന്ററുകൾ സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക. വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്നു. 10 മിനിറ്റിനുള്ളിൽ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ എത്തിച്ചേരുവാനും അവിടെയൊക്കെ ആധുനികമായ ട്രോമ കെയർ സംവിധാനം ഏർപ്പെടുത്തുവാനും വേണ്ടിയുള്ള തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി 30 ആശുപത്രികളാണ് സംസ്ഥാന തലത്തിൽ നാഷണൽ ഹൈവേകളുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കാസർഗോഡ് ഹെൽത്ത് പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ലെവൽ 3 ട്രോമ കെയർ സെന്ററും CT സ്കാൻ യൂണിറ്റും മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മാതൃശിശു ആശുപത്രി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. DMO ഡോക്ടർ AP ദിനേശ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B മുഹമ്മദ് അഷീൽ, ബംഗളം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളദേവി സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ നന്ദിയും പറഞ്ഞു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട്ട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ്സ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ 56ാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. മന്ത്രി VS ശിവകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ പരിഗണന കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആരോഗ്യരംഗത്ത് തുടർന്നതുപോലെയുള്ള പ്രാധാന്യം ഒരു കാലഘട്ടത്തിലും മറ്റൊരു കാലഘട്ടത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് കാര്യം. ഇപ്പോൾ ബഡ്ജറ്റ് തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ 256 കോടി രൂപയായിരുന്നു ആരോഗ്യ വകുപ്പിന്. പക്ഷെ ഇന്ന് 660 കോടി രൂപ അതെല്ലാം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നതിനാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതിനുപരിയായി ബഡ്ജറ്റിൽ 660 കോടി രൂപ ഉപയോഗിക്കുന്നതിന് നീക്കുവരുന്നതിനുപരിയായി 300 കോടി രൂപ സൗജന്യ മരുന്നുകളോട് നമ്മൾ മാറ്റിവെച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, K നീലകണ്ഠൻ, MC കമറുദ്ദീൻ,
കെ വെളുത്തമ്പു, അഡ്വക്കേറ്റ് MC ജോസ്, അക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് TK സുധാകരൻ, അഡ്വക്കേറ്റ് KK നാരായണൻ, DV ബാലകൃഷ്ണൻ, സാജിദ് മൗവൽ, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. K ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഈ മാസം തന്നെ തുടങ്ങുമെന്ന് മന്ത്രി VS ശിവകുമാർ. ജില്ലയിൽ സൗജന്യ ചികിത്സയ്ക്കായി 4 കോടി രൂപ അനുവദിക്കണമെന്നും മന്ത്രി. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ അനുവദിച്ച മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനം ഈ മാസം തന്നെ തുടങ്ങുമെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നബാർഡ് 57 കോടി രൂപയും സർക്കാർ 25 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എൻഡോസൾഫാൻ പാക്കേജ് വഴി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, കുട്ടികളുടെ കർത്തവ്യം ഏറ്റവും നല്ല രീതിയിൽ മിടുക്കന്മാരും മിടുക്കികളുമായി പഠിച്ചു വരിക. അതിനാണ് നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തീർച്ചയായിട്ടും ഇന്നിപ്പോ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി പഠിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മികവുള്ള കുട്ടികളായി വളർന്നു വരാൻ നിങ്ങൾ കഴിയണം. മികച്ച പ്രകടനം വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചവെക്കുവാൻ. അതോടൊപ്പം സമൂഹത്തിൽ നാളെ ഓരോ മേഖലകളിൽ നേതൃത്വം കൊടുക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ, വ്യക്തികൾ എന്നുള്ള രീതിയിൽ, വളർന്നു വരേണ്ടവർ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് ഈ കാലഘട്ടം മുതൽ നിങ്ങളുടെ മനസ്സുകളിലും നിങ്ങളുടെ ചിന്തകളിലും ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള ജില്ലയ്ക്ക് 4 കോടിയിലേറെ രൂപ സൗജന്യ ചികിത്സാ പദ്ധതിക്കായി അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 50 പ്രൊജക്ടുകൾ ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി വായനാമുറി ഉദ്ഘാടനം ചെയ്തു. K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ VJ സ്കറിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M ജാസ്മിൻ, C രാജൻ, P മാധവൻ, ഗീതാ നാരായണൻ, M നളിനി, M വേലായുധൻ, P കൃഷ്ണൻ, P കുഞ്ഞമ്പു നായർ, V കുമാരൻ, മോഹനൻ ആയമ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് പ്രമോദ് കുമാർ പെരിയ സ്വാഗതവും പ്രിൻസിപ്പാൾ A കുമാരൻ നായർ നന്ദിയും പറഞ്ഞു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. കുന്നുമ്മൽ JC ഹാളിലാണ് സമ്മേളനം നടന്നത്. ഒക്ടോബർ 2 അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ മുഴുവൻ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും രംഗത്തിറങ്ങണമെന്ന് KPVU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം അഭ്യർത്ഥിച്ചു. സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭൂമികൾ നമുക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആരും ഔദാര്യമായിട്ട് തന്നതല്ല, നമ്മൾ നേടിയെടുത്തതാണ്. നമുക്ക് മുമ്പേ പോയ തലമുറ നമ്മുടെ രാജ്യത്തിനകത്ത് EMS-നെ പോലെ, AKG-യെ പോലെ, കൃഷ്ണപിള്ളയെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം നയിച്ച ഉജ്ജ്വലമായ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് നമുക്കുള്ള ഭൂമി. കൃഷിഭൂമി, കൃഷിക്കാരണി വെറുതെ എന്നാലല്ലോ 57 ഗവൺമെന്റ് പാസ്സാക്കിയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്താണ് ആലോചിക്കുന്നത്? ഭൂമി തിരിച്ചു പിടിക്കാൻ. അതിനാണ് ഇപ്പോൾ പാർലമെന്റ് സ്തംഭിക്കുകയാണ്. ഒന്ന് അഴിമതിക്കെതിരെ, മറ്റൊന്ന് ഭൂമി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ചന്ദന സനന്ദ്, ഐശ്വര്യ സുഗുവിനും CITU നേതാവ് DV അമ്പാടി ഉപഹാരം നൽകി. M സുരേഷ്, കനകാംബരൻ, PC ശ്രീജിത് കുമാർ, സ്വരൂപ്, ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാരായണൻ ലുക്കോട്ട് അധ്യക്ഷനായി. രതീഷ് കാലിക്കടവ് സ്വാഗതം പറഞ്ഞു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് സംസ്ഥാനത്ത് ആദ്യ സ്മാരകമൊരുങ്ങി. പുല്ലൂർ പെരിയ ചാലിങ്കൽ സ്കൂളിനായി നിർമ്മിച്ച APJ അബ്ദുൽ കലാം സ്മാരക ഹാൾ മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ഏറ്റവും ജനകീയനായ രാഷ്ട്രപതിയുടെ സ്മരണയ്ക്കായി അസംബ്ലി ഹാൾ ഒരുക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് പുല്ലൂർ പെരിയയിലെ ജനങ്ങൾ. സംസ്ഥാനത്ത് തന്നെ APJ അബ്ദുൽ കലാമിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച ആദ്യ അസംബ്ലി ഹാളാണ് ചാലിങ്കാൽ ഗവൺമെന്റ് LP സ്കൂളിന്റേത്. ലോകബാങ്കിന്റെ സഹായത്തോടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. APJ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്കായി അസംബ്ലി ഹാൾ ഒരുക്കിയ പഞ്ചായത്ത് ഭരണസമിതിയെയും സ്കൂൾ അധികൃതരെയും മന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യൻ സമൂഹത്തിന് ശക്തമായ ദിശാബോധം നൽകിയ മഹാനാണ് APJ അബ്ദുൽ കലാമെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. APJ അബ്ദുൽ കലാം നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ജനകീയനായ ഇന്ത്യയുടെ രാഷ്ട്രപതി.
അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷവും ഏറ്റവും അവസാനം വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ യുവ തലമുറയെ പഠിക്കുവാനും സ്വപ്നം കാണുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നല്ലൊരു ഭാവിയെ കെട്ടിപ്പടുക്കുവാൻ, നല്ലൊരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സമൂഹത്തിന് ശക്തമായ ദിശാബോധം നൽകിയ മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ MK രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രാജൻ, വാർഡംഗം വിനോദ് കുമാർ പള്ളയിൽ വീട്, ഗീതാ നാരായണൻ, K രവിവർമ്മൻ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, TV സുരേഷ്, ഹംസ പാലക്കി, ഭാസ്കരൻ കേളോത്ത്, KV ഗംഗാധരൻ, CK വിജയൻ, K രജിത തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ സ്വാഗതവും PTA പ്രസിഡന്റ് KM കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മാനവികതയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പകർന്ന് അരൈ സ്കൂളിൽ അവതരിപ്പിച്ച പാവനാടകം ശ്രദ്ധേയമായി. ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായാണ് നാടകം അരങ്ങേറിയത്. ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി അരൈ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്വർണ്ണക്കുക്കുൾ പറന്നു വരുമ്പോൾ പാവനാടകം വംശീയതയ്ക്കും വർഗീയതയ്ക്കുമെതിരെയുള്ള ശാന്തിമന്ത്രമായി. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ അണുപ്രസരമേറ്റ് രക്താർബുദം ബാധിച്ച് അകാലത്തിൽ കൊഴിഞ്ഞു വീണ സഡാക്കോ സുസുക്കി എന്ന പെൺകുട്ടിയുടെ വികാരനിർഭരമായ കഥയിൽ തുടങ്ങി സമാധാനത്തിന്റെ ജീവിക്കുന്ന മാലാക മലാലയുടെ അതിജീവനത്തിന്റെ ജ്വലിക്കുന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാവനാടകത്തിന്റെ രംഗാവിഷ്കാരം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെറുത്തുനിന്ന് പൊരുതിയ മലാല യൂസഫ് സായി സഡാക്കോവിന്റെ ചാരത്തിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചുവരുന്ന രംഗം കയ്യടികളോടുകൂടിയാണ് കുട്ടികൾ സ്വീകരിച്ചത്. ഒരു കോടി പാവകൾ ഉണ്ടാക്കിയാലും ലുക്കിമിയ എന്ന ക്യാൻസറിന് ചികിത്സയായില്ലല്ലോ. അങ്ങനെ രോഗം മൂർച്ഛിച്ച് 1955 ഒക്ടോബർ 25 ഞാൻ ഒരു സ്വർണ്ണക്കൊക്കായി ഈ ലോകത്തു നിന്ന് പറന്നുപോയി. അല്ല, ഞാൻ മരിച്ചതല്ല, എന്നെ കൊന്നതാ. ആരെന്നറിയോ? ആ രാക്ഷസൻ, യുദ്ധം എന്ന ഒരു രാക്ഷസൻ. മാനവരാശിയെ നശിപ്പിക്കുന്ന യുദ്ധത്തിനെതിരെ പോരാടാൻ പാവകളായ സഡാക്കോയും അവരുടെ കൂട്ടുകാരികളും അധ്യാപികയും ഡോക്ടറും നഴ്സും മലാല യൂസഫായും തീവ്രവാദികളും പ്ലക്കാർഡുകൾ എന്ന് പ്രഖ്യാപിക്കുന്നതോടെ നാടകത്തിന് തിരശ്ശീല വീഴുന്നു. നാടകകൃത്തും അധ്യാപകനുമായ പ്രകാശൻ കരുള്ളവരുടേതാണ് രചന. ശരത് അരൈ, അനിൽ പേരളം, പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, KV സൈജു, വനജ കെ എന്നിവർ അണിയറയിൽ പ്രവർത്തിച്ചു. വിദ്യാർത്ഥികളായ V അബിൻ, PV ആദർശ്, N അനുശ്രീ, PK ആദിത്യൻ, കൃപാകൃഷ്ണൻ, അഫ്രീന, K ആദിത്യൻ എന്നിവർ പാവനാടകത്തിന് ശബ്ദം നൽകി. ശ്രദ്ധിക്കുക, ഒരറിയിപ്പ്. സ്കൂളിൽ നടക്കുന്ന കായിക മത്സരം തുടരുന്നു. അടുത്തതായി പെൺകുട്ടികൾക്കായുള്ള റിലേ മത്സരം. വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾക്ക് കർശന നടപടി. കളക്ടർ PS മുഹമ്മദ് സഗീറിന്റെ നിർദ്ദേശം വാഹനവകുപ്പ് അധികൃതർക്ക് കൈമാറി. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുന്ന ജീവനക്കാർക്കെതിരെയും നടപടി. വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ വാഹന വകുപ്പ് അധികൃതർക്ക് കളക്ടർ PS മുഹമ്മദ് സഗീർ നിർദ്ദേശം നൽകി. ബസ് പുറപ്പെടുന്നതിന് 1-2 മിനിറ്റുകൾക്ക് മുമ്പാണ് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളെയും ബസ്സിൽ കയറ്റുകയുമില്ല. ഇവർ മഴ നനഞ്ഞ് മണിക്കൂറുകളോളം ബസ് സ്റ്റാൻഡിലും മറ്റുമായി ക്യൂ നിൽക്കേണ്ടി വരുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നു. ഇത് മനസ്സിലാക്കിയ കലക്ടർ ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ഇതിന്റെ മുന്നോടിയായി വാഹന വകുപ്പ് അധികൃതർ വ്യാഴാഴ്ച മുതൽ പരാതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കും. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുന്ന ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളും. ഇത്തരക്കാരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവർക്ക് സഹായം ലഭ്യമാക്കാൻ കടാശ്വാസ കമ്മീഷൻ. കമ്മീഷന്റെ സിറ്റിംഗിലായിരുന്നു ഈ തീരുമാനം. നിരവധി പരാതികൾ തീർപ്പാക്കി. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കാർഷിക നഷ്ടങ്ങൾ കൂടി കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. കടങ്ങളും പലിശകളും എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ കർഷകരിൽ നിന്ന് ലഭിച്ച 200 പരാതികളിൽ കാർഷിക കടാശ്വാസ കമ്മീഷൻ തീർപ്പ് കൽപ്പിച്ചു. ശേഷിച്ച 200 പരാതികൾ വെള്ളിയാഴ്ച തീർപ്പാക്കും. KK ഹംസ, പ്രൊഫസർ MJ ജേക്കബ്, KV രാമകൃഷ്ണൻ, M നാരായണൻകുട്ടി, ഉമ്മർ പാണ്ഡികശാല എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. പ്രകൃതിക്ഷോഭം മൂലം നിരവധി കർഷകർ ദുരിതമനുഭവിക്കുകയാണ്. ഇവരുടെ കൂടി പരാതികൾ കമ്മീഷൻ കേൾക്കുകയുണ്ടായി. 2007 ജനുവരി 18 വരെയുള്ള കടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടന്നത്. ഇത് 2011 ഒക്ടോബർ 30 വരെയാക്കി ഉയർത്തണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് കമ്മീഷൻ അംഗം M നാരായണൻകുട്ടി പറഞ്ഞു.
CPIM ആഗസ്റ്റ് 11 സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധ സമരം. ലോക്കൽ തല കാൽനട ജാഥകൾ തുടങ്ങി. വിലക്കയറ്റം തടയുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, NREG സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് CPMന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 11 ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത്. CPM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ തല കാൽനട ജാഥ തുടങ്ങി. CPM ലോക്കൽ സെക്രട്ടറി MV നാരായണൻ ലീഡറായ ജാഥ പെരളത്ത് ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ ചങ്ങലയായി, മനുഷ്യ കോട്ടയായി, അഗ്നിജ്വാലയായി, അങ്ങനെ നിരവധി സമരരൂപങ്ങൾ കേരളത്തിന്റെ ദേശീയ പാതയിൽ സൃഷ്ടിച്ചവരാണ് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ ബഹുജന സംഘടനകൾ. 2015 ആഗസ്റ്റ് മാസം 11 CPIM ഒരുക്കുന്ന ഈ ജനകീയ ഉപരോധത്തിന് പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം 4 മുദ്രാവാക്യമാണ്. P നാരായണൻ അധ്യക്ഷനായി. TV കരിയൻ, M കുഞ്ഞമ്പു, സുനു ഗംഗാധരൻ, A കൃഷ്ണൻ, P കുഞ്ഞിക്കള്ളു, P കൃഷ്ണൻ, K രോഹിണി, K വിജയൻ, VV വേലായുധൻ, A ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഭാരത് സ്കൗട്ട് ഗൈഡ്സ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. 2015-16 വർഷങ്ങളിൽ നടപ്പിലാക്കേണ്ടുന്ന പരിപാടികളാണ് സെമിനാറിൽ ചർച്ച ചെയ്തത്. സ്കൗട്ട്സ് ഭവനിലായിരുന്നു പരിപാടി. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. വിദ്യാനഗറിലെ സ്കൗട്ട്സ് ഭവനിലായിരുന്നു സെമിനാർ. 2015-16 വർഷങ്ങളിൽ ജില്ലയിൽ നടപ്പിലാക്കേണ്ടുന്ന പരിപാടികളുടെ രൂപരേഖയുണ്ടാക്കാനാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 2 വിഭാഗത്തിന്റെയും കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ കമ്മീഷണേഴ്സ്, അതായത് ഡിസ്ട്രിക്ട് ചീഫ് കമ്മീഷണർ സഹായിക്കുന്നത് ഡിസ്ട്രിക്ട് കമ്മീഷണേഴ്സ്. അവരാണ് ശരിക്കും ആ ജില്ലയിലെ നെടുംതൂണുകളായിട്ട്. അതിനൊരു ത്രികോണ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തേക്ക് സെക്രട്ടറിയും, അതേപോലെ ഓർഗനൈസിംഗ് വിഭാഗത്തിന് ഓർഗനൈസിംഗ് കമ്മീഷണേഴ്സും, ട്രെയിനിങ് വിഭാഗത്തിന് ട്രെയിനിങ് കമ്മീഷണേഴ്സും. ഞാൻ എപ്പോഴും പറയുന്നത് അത് നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ഒരു അടുപ്പിന്റെ മുകളിൽ കഴിയില്ല. ഗൈഡ്സ് ജില്ലാ കമ്മീഷണർ ഭാർഗവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ VK ഗിരീഷ് മുഖ്യാതിഥിയായി. AEO രവീന്ദ്രനാഥ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി കിരൺ പ്രസാദ്, P പ്രശാന്ത്, ഭുവനേന്ദ്രൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ജില്ലയ്ക്കകത്ത് പുഴ കയ്യേറ്റം വ്യാപകമാകുന്നു. കയ്യേറ്റക്കാർക്കെതിരെ അധികൃതർക്ക് ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയാണെന്ന് ആക്ഷേപമുയർന്നു. നീലേശ്വരത്ത് കെട്ടിട നിർമ്മാണം നടത്തുന്നത് അധികൃതരും പോലീസും ഇടപെട്ട് നിർത്തിവെച്ചു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം നദികളുള്ള ജില്ലയായ കാസർഗോഡ് പുഴ കയ്യേറ്റവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീരദേശ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരും പ്രാദേശിക ഭരണകൂടവും തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും ശക്തിപ്പെട്ടു വരികയാണ്. ജലസമ്പത്ത് നഷ്ടമാവാനും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്താനും ഇത് കാരണമാവും എന്നാണ് വിലയിരുത്തൽ. അതിനിടെ നീലേശ്വരത്ത് അധികൃതരുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച് നിർമ്മാണ പ്രവർത്തികൾ തുടർന്ന സംഘത്തെ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് തടഞ്ഞു. നീലേശ്വരം നഗരഹൃദയത്തിൽ കടിഞ്ഞിക്കടവ് റോഡരികിൽ നടന്നുവന്ന അനധികൃത നിർമ്മാണമാണ് പോലീസിന്റെ സഹായത്തോടെ നഗരസഭാ ഉദ്യോഗസ്ഥർ നിർത്തിവെപ്പിച്ചത്. 2011 കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതാണെങ്കിലും 2014 ഇവിടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തീരസംരക്ഷണ നിയമം നടപ്പിൽ വന്നതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരാൻ പാടില്ലെന്ന് നഗരസഭ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ തുടർച്ചയായുള്ള നിർദ്ദേശം അവഗണിച്ച് പുഴയോരത്ത് അനധികൃത നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുകയാണെന്ന് നേരിൽ ബോധ്യപ്പെട്ടതോടെ നഗരസഭാ സെക്രട്ടറി ജില്ലാ കളക്ടറെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായി നീങ്ങാനുള്ള അനുമതി ലഭിച്ച ശേഷമാണ് നീലേശ്വരം പോലീസിന്റെ സഹായത്തോടെ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നിർമ്മാണ നടപടികൾ തടഞ്ഞത്. നീലേശ്വരത്തെ പുഴയോരത്ത് അനധികൃതമായിട്ട് കെട്ടി ഉണ്ടാക്കുന്ന ഈ ഒരു പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതാണ്. അതിനെ ധിക്കരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം ഇന്ന് പോലീസിൻ്റെയും റവന്യൂ അധികാരികളുടെ സഹായത്തോടു കൂടി നഗരസഭ തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ കോടതിയുടെ അന്തിമ തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ അനുമതി നൽകുകയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ സമഗ്രമായ ട്രോമാ കെയർ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. ദേശീയപാതയോട് ചേർന്നുള്ള 30 ആശുപത്രികളിൽ പദ്ധതി നിലവിൽ വരും. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം നടന്നു.
ഒക്ടോബർ 2 ദേശീയ പണിമുടക്കിൽ അണിചേരാൻ തീരുമാനം. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. സമാധാനത്തിന്റെ സന്ദേശവുമായി അരയി ഗവൺമെന്റ് UP സ്കൂളിൽ പാവനാടകം. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവർക്ക് സഹായം ലഭ്യമാക്കാൻ കടാശ്വാസ കമ്മീഷൻ തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.